എം.ജി. രാജമാണിക്യം IASന്റെ ആദ്യ പുസ്തകം അൻപോട് രാജമാണിക്യം മമ്മൂട്ടി പ്രകാശനം ചെയ്തു. ഒലിവ് ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കിയത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രാജമാണിക്യത്തിന്റെ അമ്മ പഞ്ചവർണം മമ്മൂട്ടിയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള വഴി കൂടി തുറന്നിടുന്നതാണ് ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തൽ. ആ വഴി കണ്ടെത്തുന്നവന് വിജയത്തിന്റെ താക്കോലും സ്വന്തമാക്കാം. വഴിയിൽ തളർന്നു നിൽക്കുന്നവന് എൻ്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അൻപോട് രാജമാണിക്യം. ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ ഒന്നുമല്ല, നിരവധി ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു പിടി അനുഭവങ്ങളാണ് അൻപോട് രാജമാണിക്യം. മധുരയിലെ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നുകയറിയ രാജമാണിക്യത്തിന്റെ ജീവിതമാണ് പുസ്തകം പറഞ്ഞുവെക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ജോസഫ് അലക്സാകാൻ കഴിയില്ലെന്ന് പല IAS ഓഫീസർമാരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും MGRനെ പോലെ മകൻ വളർന്നു വരാൻ പിതാവ് ബോധപൂർവം തെരഞ്ഞെടുത്ത പേരാണ് MG രാജമാണിക്യമെന്നും സിനിമാ കഥ പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്നും മമ്മൂട്ടി. ഇതൊരു സിനിമാ കഥ പോലെ തോന്നിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. അത്രത്തോളം ടെമ്പോയും ഇമോഷനും സെന്റിമെന്റ്സും ലവും ഫൈറ്റും ഉണ്ടോ എന്ന് പറയുന്നത് കേട്ട് ഫൈറ്റും ഉണ്ടാവും. ചിലപ്പോൾ കൂടെയുള്ള പയ്യന്മാരുമായിട്ട് റൗഡിസം കൊണ്ടൈസൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജമാണിക്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം MGRൻ്റെ കഥയാണ്. അത്രത്തോളം MGR ആകാൻ വേണ്ടി, അല്ലെങ്കിൽ MGRൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം MGR ആയി. ഒരു വലിയ അത്ഭുതമാണ്. ഒലിവ് ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കുന്നത്. രാജമാണിക്യവുമായുള്ള രസകരമായ അനുഭവങ്ങൾ ജില്ലാ കളക്ടർ ചടങ്ങിൽ പങ്കുവച്ചു. ഒരു ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിൽ ഒരു സീനിയർ പേഴ്സൺ എന്നോട് വന്ന് വളരെ ഹമ്പിളായിട്ട് കേരളക്കാരതാണപ്പാ, എന്നോട് പയ്യൻ അങ്കത IAS ഓഫീസർ ഇരിക്കാറ്, പേര് രാജമാണിക്യം എന്ന് പറഞ്ഞ് നമ്പർ തന്നു. ഞാൻ വിശ്വസിച്ചില്ല. എന്താ ആരാധ നിങ്ങളൊന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. അത്ര ഹമ്പിളാണ്. ഞാൻ അപ്പോഴും പിന്നെ രാജമാണിക്യം സാർ എല്ലാവരും ഹമ്പിൾ എന്ന് പറയുമ്പോൾ അച്ഛനടുത്തും അമ്മാനടുത്തും പഠിച്ചതാണ് ആ ഹ്യൂമിലിറ്റി. അത് ഞാൻ കണ്ടപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർക്കുന്നുണ്ട്. ടോണി ചിറ്റേടുകളം രചനയും സംവിധാനവും നിർവഹിച്ച അൻപോട് രാജമാണിക്യം എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശനവും ചടങ്ങിൽ നടന്നു. സിവിൽ സർവീസ് കാലയളവിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾക്കൊപ്പം നിശാന്തിനെ IPSുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ച സൗഹൃദ കഥകളും പുസ്തകത്തിലുണ്ട്. തന്നെ രാജമാണിക്യമാക്കി മാറ്റിയ ആളുകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമാണ് പുസ്തകത്തിലുള്ളതെന്ന് രാജമാണിക്യം IAS പറഞ്ഞു. ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുമ്മലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുമ്മുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകില്ലേ? അത്ര വേദന മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. മറിച്ച് തിരുമുന്നവന് കൈകളിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി എന്നെ ഞാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാനതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിവിൽ സർവീസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.